നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ. വിവിധ സംഘടനകൾ ക്രിസ്മസ് ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലയ്ക്കകത്ത് മാവോയിസ്റ്റ് സംഘടനകളുടെ സ്വാധീനത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. അറസ്റ്റിലായ അരുൺപാലിന്റെയും ശ്രീകാന്ത് പ്രഭാകരന്റെയും മാവോവാദികളുമായുള്ള ബന്ധങ്ങളും അന്വേഷണ വിഷയമാകും. ശരണവഴിയിൽ ശാസ്താവിനെ ഉപാസിക്കുന്ന മണികണ്ഠമഠത്തിലെ ഗോവിന്ദസ്വാമിയുടെ ജീവിതം വ്യത്യസ്തമാവുന്നു. ശബരിമല തീർത്ഥാടനത്തിൽ ഗോവിന്ദസ്വാമി പൂർത്തിയാക്കുന്നത് 54 വർഷം. ജനങ്ങളും പഞ്ചായത്തും കൈകോർത്തു. മാവുകാൽ ശ്രീരാമക്ഷേത്രം ആനന്ദാശ്രമം കോളനി റോഡ് യാഥാർത്ഥ്യമായി. സേവനപാതയിൽ മാതൃകയായ ബൈത്തു റഹ്മ പദ്ധതി. അജാനൂർ പഞ്ചായത്ത് 18ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്നത് 7 വീടുകൾ. വളയും ചാന്തുപൊട്ടും വിറ്റ ഉത്സവപ്പറമ്പിലെ ചന്തപ്പുരകൾ അനാഥമാവുന്നു. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വാർത്തകൾ വിശദമായി. ജില്ലയ്ക്കകത്ത് മാവോയിസ്റ്റ് സംഘടനകളുടെ സ്വാധീനത്തെക്കുറിച്ച് അന്വേഷണ സംഘങ്ങൾ ഊർജിതമായ പരിശോധന തുടങ്ങി. പാലക്കാട് വിദേശ ഭക്ഷണശാല അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് പിടിയിലായ അരുൺപാൽ, ശ്രീകാന്ത് പ്രഭാകരൻ എന്നിവർക്ക് മാവോവാദികളുമായുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങളും പോലീസ് തേടുന്നുണ്ട്. നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നേരത്തെ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ടവർ ജില്ലയിലുണ്ടെന്ന സംശയം ഉയർന്നിരുന്നു. ശ്രീകാന്ത് പ്രഭാകരൻ, അരുൺപാലൻ എന്നിവരുടെ അറസ്റ്റോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണ്. അതേസമയം ജില്ലയിൽ കൂടുതൽ പേർക്ക് സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചെറുവത്തൂരിനടുത്ത പാലത്തേരിയിലെ ശ്രീകാന്ത് പ്രഭാകരന്റെ വീട്ടിൽ 2 തവണ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണ ചുമതലയുള്ള നീലേശ്വരം CI U പ്രേമൻ, ചീമിനി SI MB ബിനീഷ് എന്നിവരാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പാലത്തേരയിലെ വീട്ടിലെത്തിയത്. ശ്രീകാന്തിന്റെ സുഹൃത്തുക്കളായ 2 പേരെ ഹോസ്ദുർഗ് DYSPയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. ശ്രീകാന്ത് പഠിപ്പിക്കുന്ന പാരൽ കോളേജ്, ബന്ധപ്പെടാറുള്ള പുസ്തക വിൽപ്പനശാല എന്നിവിടങ്ങളിലും പോലീസ് എത്തി വിവരങ്ങൾ തിരക്കിയിട്ടുണ്ട്. സൗത്ത് തൃക്കരിപ്പൂർ തെക്കുംപാടെ അരുൺപാലന്റെ വീട്ടിലെത്തിയ പോലീസ് പാലക്കാട്ട് നിന്നും അറസ്റ്റ് ചെയ്ത വിവരം ബന്ധുക്കളെ ധരിപ്പിച്ചു. മാവോവാദി ബന്ധമുണ്ടെന്ന് തെളിയുന്ന 18 തരത്തിലുള്ള 1000-ലേറെ വരുന്ന ലഘുലേഖകൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ കഴിഞ്ഞ ദിവസം അരുൺപാലന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. മാവോവാദി ബന്ധം ആരോപിച്ച് സംസ്ഥാനത്ത് നടന്ന ആദ്യ അറസ്റ്റ് കൂടിയാണ് കാസർഗോഡ് സ്വദേശികളുടേത്. അതേസമയം യുവാക്കളുടെ മാവോബന്ധം നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അശരണർക്കും അഗതികൾക്കുമൊപ്പം ക്രിസ്മസ് ദിനം ചിലവഴിച്ച് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ മാതൃകയായി. പരവനടുക്കം വൃദ്ധമന്ദിരത്തിലെയും അഗതി മന്ദിരത്തിലെയും ബാലഭവനിലെയും അന്തേവാസികൾക്ക് അഭിവൃദ്ധമായ ഒരു ക്രിസ്മസ് ദിനം ഒരുക്കുകയായിരുന്നു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ. രാവിലെ നടന്ന പരിപാടി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VV സുരേന്ദ്രൻ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PP മുഹമ്മദ്, മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ നടന്ന പരിപാടിക്ക് അസോസിയേഷൻ നേതാക്കളായ M ശ്രീധരൻ, M അനിൽകുമാർ, D ബാലചന്ദ്രൻ, വിനോദ് P നായർ, സുലജ P, ആസിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് അയ്യപ്പ തീർത്ഥാടനം ജീവിതപ്രദമാക്കി കാഞ്ഞങ്ങാട്ടെ ഗോവിന്ദ ഗുരുസ്വാമി. ശബരിമല തീർത്ഥാടനത്തിൽ ഗോവിന്ദ ഗുരുസ്വാമി പൂർത്തിയാക്കിയത് 54 വർഷം. പാഹിമാം ശ്രീ ശബരീശ്വര കലിയുഗവരദാ, പാഹിമാം ശ്രീ ശബരീശ്വര കരിവരഗിരി നിലയാ. ജീവിതം അയ്യപ്പസ്വാമിക്ക് മുമ്പിൽ സമർപ്പിച്ച ഗോവിന്ദ ഗുരുസ്വാമി ഈ തീർത്ഥാടന കാലത്ത് തന്റെ 54ാം വർഷത്തെ ശബരിമല യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഓരോ മണ്ഡലകാലത്തും മുടങ്ങാതെ ധർമ്മശാസ്താവിനെ തൊഴുതു മടങ്ങുന്ന ഗോവിന്ദ ഗുരുസ്വാമി ഇത്തവണ ശബരിമല തീർത്ഥാടനത്തിന്റെ 18 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. എത്ര തവണ കണ്ടാലും മതിവരാത്ത അയ്യനെ വർഷങ്ങളുടെ കണക്കിൽ ഒരുക്കാൻ ഗോവിന്ദ ഗുരുസ്വാമി ഒരുക്കമല്ല. ജീവിതകാലം മുഴുവൻ ഓരോ തീർത്ഥാടന കാലത്തും സ്വാമി ദർശനം നടത്തണമെന്നാണ് ഗോവിന്ദ ഗുരുസ്വാമിയുടെ ആഗ്രഹം. ശരണവഴിയിലേക്കുള്ള യാത്രയിൽ എങ്ങനെ എത്തപ്പെട്ടു എന്ന ചോദ്യത്തിന് ഗോവിന്ദ ഗുരുസ്വാമി പറഞ്ഞത് ഇങ്ങനെ: 1959 കാലം കാഞ്ഞങ്ങാട്ട് ഹോട്ടൽ തൊഴിലാളിയായിരിക്കെ ശബരിമലക്ക് പോയി പ്രസാദവുമായി ഒരാൾ എത്തി. ഭൂരിഭാഗം പേർക്കും പ്രസാദം കിട്ടിയെങ്കിലും തനിക്ക് കിട്ടിയില്ല. ആളെ അന്വേഷിച്ചപ്പോൾ കണ്ടതുമില്ല. അന്നെടുത്ത ദൃഢനിശ്ചയമാണ് അയ്യനെ കണ്ടു വണങ്ങി പ്രസാദവുമായി തിരിച്ചെത്തുമെന്നത്. മുദ്ര ധരിക്കാൻ ഗുരുവിനെ തേടി അലഞ്ഞ കഥകളും ഗോവിന്ദ ഗുരുസ്വാമി പറയുകയുണ്ടായി.
പരിഷ്കാരങ്ങളും വികസനവും എത്താത്ത കാനനക്ഷേത്രമായ ആദ്യകാലത്തെ ശബരിമലയെക്കുറിച്ചും അയ്യപ്പ ദർശനത്തെക്കുറിച്ചും സ്വാമി ഇങ്ങനെ പറഞ്ഞു. അന്ന് കണ്ട ശബരിമല അതൊരു ശബരിമല തന്നെയാണ്. ഇന്നത്തെ ശബരിമല ഇന്ന് ബോംബെ ടൗൺ കാണുമ്പോൾ ആയിപ്പോന്ന്. അന്ന് ബോംബെ ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അതുപോലെ ഇത് ഇന്നിപ്പോ പിന്നെ എത്രയോ നല്ല കെട്ടിടങ്ങളും കാര്യങ്ങളും ഇതല്ലാന്ന്. അന്ന് ഭയങ്കരമാണ്. അന്ന് പിന്നെ നമ്മള് ശരം കുത്തിന്ന് അങ്ങോട്ട് ഇറങ്ങാണെങ്കിൽ എന്റെ ഭഗവാനെ ഇവിടെ എത്തിയല്ലോ എന്ന് തോന്നിപ്പോ. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവിടെ വരെ സ്വാമിയെ ശരണം വിളിച്ചോണ്ട് വരുന്നു. ആടെ എത്തിയിട്ടാകുമ്പോൾ പെട്ടെന്ന് കാണുന്നത് എന്തെന്ന് പറഞ്ഞാല് ഈ ഗണപതി ഹോമത്തിന്റെ കത്തി ജ്വലിക്കുന്ന പുക, അതേമാതിരി തന്നെ കർപ്പൂരഴി, ഈ ഇന്നിപ്പോ ഈ ഇത് കാണുന്നില്ലേ കൊടിമരം, ആ കൊടിമരം കാണുന്ന സ്ഥലം ഒരു കുഴിയാനാണ്. അതിന് പേര് പറയല് കർപ്പൂര കുണ്ഡലം. കർപ്പൂര കുണ്ഡലം എന്ന് പറയുന്ന അതിന്റെ ഉദ്ദേശം അതാണല്ല, കർപ്പൂര കുണ്ഡലം എന്നാ പറയുക. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആ ഇത് കാണുമ്പോൾ തോന്നും എന്റെ ഭഗവാൻ എവിടെ എത്തിയല്ലോ എന്ന്. ആ പുകയും ഇതും കാണുമ്പോൾ അന്നേരം ഇതും കാണും. ഇന്നിപ്പോ അവിടെ എത്തിയാൽ തന്നെ ക്ഷേത്രം കാണില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്താ 4 ഭാഗം മുഴുവൻ 5 നില 6 നില കെട്ടിടങ്ങൾ കാര്യങ്ങളാണ്. അന്ന് ആ മേലെ കാണുന്ന സ്ഥലം മതിൽ കെട്ടിയിട്ട് ഉറപ്പിച്ച് കാണുന്ന സ്ഥലമല്ല, ഒരു തിരുമറ്റമായിട്ട് അന്ന് കണക്കാക്കല്. മുടങ്ങാതെ എല്ലാ ശബരിമല തീർത്ഥാടന കാലത്തും മകരവിളക്ക് ദർശനത്തിനായി പോകാനാകുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമെന്ന് സ്വാമി വിശ്വസിക്കുന്നു. വർഷങ്ങളായുള്ള ശബരിമല യാത്രയിൽ ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞ നിമിഷങ്ങളും ഏറെയാണ്. ഒരിക്കൽ ശബരിമല യാത്രയിൽ കൂടെ വന്ന ഒരു സ്വാമിക്ക് കടുത്ത പനിയും ക്ഷീണവും അനുഭവപ്പെട്ടു. വഴിയിൽ കിടന്നു. ആരെന്നറിയില്ല. നിമിഷനേരം കൊണ്ട് ഒരാൾ വന്നു. ഒരു മരുന്നും അല്പം വെള്ളവും തന്നു മറഞ്ഞു. സ്വാമിയുടെ അസുഖം മാറി. ശബരിമല ദർശനവും നടന്നു. ഇത്തരം അനുഭവങ്ങൾ കൊണ്ടാണ് ഈശ്വര ദർശനം അറിയുന്നതെന്ന വിശ്വാസമാണ് ഗോവിന്ദ ഗുരുസ്വാമിയെ നയിക്കുന്നത്. കോട്ടച്ചേരി കുന്നുമ്മലിൽ മണികണ്ഠമഠമൊരുക്കി ശ്രീധർമ്മശാസ്താവിനെ ഉപാസിക്കുകയാണ് ഈ അയ്യപ്പ ഭക്തൻ. ഓരോ മണ്ഡലകാലത്തും 100 കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഗോവിന്ദ ഗുരുസ്വാമിയുടെ ശിഷ്യരായി എത്തുന്നത്. ഉപാസനയുടെ രീതികളും മണ്ഡലവ്രതങ്ങളും ഗോവിന്ദ ഗുരുസ്വാമിക്ക് കീഴിലാവുമ്പോൾ പൂർണ്ണത നേടുമെന്ന വിശ്വാസമാണ് ആളുകളെ കൂടുതലായി ഇവിടേക്ക് എത്തിക്കുന്നത്. നിലവിലുള്ള മണികണ്ഠമഠം ആത്മീയ കേന്ദ്രമായി ഉയർത്താനായി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിലാണ് ഗോവിന്ദ ഗുരുസ്വാമിയും ശിഷ്യരും മലചവിട്ടാറുള്ളത്. ഇത്തവണ ജനുവരി 12-നാണ് തീർത്ഥാടക സംഘം ശബരിമലയ്ക്ക് യാത്ര തിരിക്കുന്നത്. സത്യമായ പൊന്നുപതിനെട്ടാമ്പടി 18 തവണ ചവിട്ടിയതിന്റെ ഓർമ്മയ്ക്കായി അയ്യന്റെ പൂങ്കാവനത്തിൽ നടന്നതിനായി തെങ്ങിൻ തൈയുമായാണ് ഗോവിന്ദ ഗുരുസ്വാമി യാത്ര തിരിക്കുന്നത്. ഇത് 3-ാം തവണയാണ് ഗോവിന്ദ ഗുരുസ്വാമി ശബരിമലയിൽ തെങ്ങിൻ തൈ നടുന്നത്. കണ്ണൂർ മൊറാഴയിൽ പരേതരായ കൃഷ്ണൻ ലക്ഷ്മി ദമ്പതികളുടെ മകനായി ജനിച്ച ഗോവിന്ദ ഗുരുസ്വാമി ജോലി ആവശ്യാർത്ഥമാണ് കാഞ്ഞങ്ങാട്ടെത്തുന്നത്. പിന്നീട് വിവാഹിതനായി അമ്പലത്തറ പേരൂരിൽ താമസമാക്കുകയായിരുന്നു. സാവിത്രിയാണ് ഭാര്യ. രഘു, വേണു, മണി, ശംഭു, രമ എന്നിവർ മക്കളാണ്. മുദ്ര ധരിക്കാൻ ഗുരുസ്വാമിയെ തേടി അലഞ്ഞ് കടം വാങ്ങിയ മാലയിട്ട് ശബരിമല യാത്ര നടത്തിയ ഗോവിന്ദ ഗുരുസ്വാമിയുടെ ജീവിതം ഓരോ ശബരിമല തീർത്ഥാടകനും മാതൃകയാക്കാവുന്നതാണ്. ആദ്യ ദർശന സായുജ്യം നേടിയ അതേ തീവ്രതയോടെ ഓരോ ശബരിമല യാത്രയെയും കാണുന്ന ഈ അയ്യപ്പദാസന്റെ ഉപാസന തന്നെ ശബരിമല തീർത്ഥാടകർക്കും സ്വീകരിക്കാവുന്നതാണ്. 85 വയസ്സ് പിന്നിടുമ്പോഴും നഗ്നപാതനായി മലകൾ താണ്ടി അയ്യനെ തൊഴുതു മടങ്ങുന്ന ഗോവിന്ദ ഗുരുസ്വാമി ശരണവഴിയിലെ വേറിട്ട കാഴ്ചയാവുകയാണ്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്ത് 18-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ബൈത്തുർ റഹ്മ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടിലവെക്കൽ കർമ്മം നടന്നു. 7 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മ പദ്ധതി പ്രകാരം കൊത്തിക്കാൽ, മുട്ടുന്തല ഭാഗങ്ങളിലെ 7 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. അജാനൂർ പഞ്ചായത്തിലെ 18-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ജാതി മത പരിഗണനയില്ലാതെയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കട്ടിലവെക്കൽ കർമ്മം സിംസാറുൽ ഹഖ് ഹുദവി നിർവഹിച്ചു. ചടങ്ങിൽ എ ഹമീദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, CH മുഹമ്മദ് കുഞ്ഞി, കോപ്പട്ടി മുഹമ്മദ്, കൊളവയൽ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കാത്തിരിപ്പിന് വിരാമം. മാവുങ്കാൽ ശ്രീരാമക്ഷേത്രം ആനന്ദാശ്രമം കോളനി റോഡ് യാഥാർത്ഥ്യമായി. ഉത്സവാന്തരീക്ഷത്തിൽ റോഡ് ഉദ്ഘാടനം നടന്നു. കാത്തിരിപ്പിനൊടുവിൽ മാവുങ്കാൽ ശ്രീരാമക്ഷേത്രം ആനന്ദാശ്രമം കോളനി റോഡ് യാഥാർത്ഥ്യമായി. വർഷങ്ങളായുള്ള നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലാണ് റോഡിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമായത്. സമ്മതപത്രം വാങ്ങാനും റോഡ് യാഥാർത്ഥ്യമാക്കാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടുകാർ രംഗത്തിറങ്ങുകയായിരുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി 12 ലക്ഷം രൂപയും അനുവദിച്ചു.
500 മീറ്റർ വരുന്ന റോഡ് സോളിങ്ങിനും ടാറിങ്ങിനുമാണ് പണം അനുവദിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. റോഡ് നിർമ്മാണത്തിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച സിവിൽ പോലീസ് ഓഫീസർ സച്ചിൻ മയനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീമ ടീച്ചർ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പരിപാടി ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാകും. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനങ്ങളുടെ ആവശ്യപ്രകാരം റോഡുകൾക്ക് വേണ്ടി പണം മാറ്റിവെച്ചാലും തടസ്സമായി നിൽക്കുക, കൺസെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ റോഡിൻ്റെ പണി ആരംഭിക്കുമ്പോൾ ഉണ്ടാവുന്ന പരാതികൾ അതൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടക്കില്ല എന്ന് വിചാരിച്ച ഒരു റോഡിന് വേണ്ടി നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയും അതിനൊരാൾ ചുക്കാൻ പിടിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു ഉത്തമ തെളിവാണ് മാവുങ്കാൽ ശ്രീരാമക്ഷേത്രം ആനന്ദാശ്രമ കോളനി റോഡ് എന്ന് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. വാർഡംഗം കെ സുജാത അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ സച്ചിൻ മയനെ ആദരിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, കെ വി രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, കെ അംബുജാക്ഷൻ, വടകര രാഘവൻ, രവീന്ദ്രൻ മാവുങ്കാൽ, വി എം ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ പ്രഭാകരൻ സ്വാഗതവും കെ എം പ്രമോദ് നന്ദിയും പറഞ്ഞു. വലിയ മാളുകളിലും ഫാൻസി സെന്ററുകളിലും കയറിയിറങ്ങുന്ന സുന്ദരിമാർ കണ്ടാലും കാണാതെ പോകുന്നതാണ് ഉത്സവപ്പറമ്പിലെ ചന്തപ്പുരകൾ. പഴയകാലത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളെല്ലാം ലഭ്യമായിരുന്നത് ഈ ചന്തപ്പുരകളിലാണ്. കാലം മാറി, അവരുടെ ജീവിതത്തിലും ഇരുൾ പരന്നു തുടങ്ങി. ആഭരണങ്ങളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ആകർഷണീയമായ വിപണി ഒരുക്കി പരസ്യങ്ങളിലൂടെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൻകിട കമ്പനികളുടെ മാളുകളും ഫാൻസി സെന്ററുകളും ഇതിനിടയിലും കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുകയാണ് ഉത്സവപ്പറമ്പുകളിലെ വഴിവാണിഭക്കാർ. ചന്തമുള്ള വളകളും കമ്മലുകളും മാലകളും മോതിരങ്ങളുമെല്ലാം നിരനിരയായി കിടക്കുന്നു. വളവിപണിയാണ് ഏറ്റവും ആകർഷകം. കുപ്പിവളകളും ചുറവളകളും കയ്യിലണിയിക്കാൻ നാണിയേട്ടത്തിയെപ്പോലെ അപൂർവം ചിലർ ഇപ്പോഴും ഈ ചന്തപ്പുരകളിൽ സജീവമാണ്. സംവിധായകൻ രഞ്ജിത്തിന്റെ ഞാൻ എന്ന സിനിമയിൽ നാണിയേട്ടത്തിയുടെ ചന്ത അതീവ ചാരുതയോടെ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലായ്മയുടെ വേദനയ്ക്കിടയിലും നാണിയേട്ടത്തി സന്തോഷവതിയാണ്. കുപ്പിവളകൾ തേടി അധികം പേർ വരാറില്ലെങ്കിലും ഈ തൊഴിൽ വിട്ടുപോകാൻ തോന്നുകയില്ലെന്ന് അവർ പറയുന്നു. ഏപ്രിൽ മാസം വരെ നമ്മൾ ഈ ചന്തയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന സ്ഥലം ഓരോ സ്ഥലത്ത് ഓരോ പഞ്ചായത്തിൽ കോടമ്പളൂർ, പിന്നെ ഇങ്ങനെ ഒരു പല സ്ഥലത്ത് ചീമേനി, പിന്നെ ഇവിടെ പണയക്കാട്ട്, പിന്നെ അതേപോലെ ഇനി പിന്നെ നീലേശ്വരം, ഇങ്ങനെ കുറേ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. പൊയ്യക്കര യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നിർമ്മിച്ച മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. 27ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പൊയ്യക്കരയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന യുവതാര ക്ലബിന്റെ 27ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം വാർഡംഗം സുലോചന നിർവഹിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നല്ല മനോഹരമായ ഒരു മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. 27ാം വാർഷിക ആഘോഷം ഇനിയും നല്ലത് ഈ യുവതാര ക്ലബിന് വരുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷൈജു പൊയ്യക്കര അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ കൊളവയൽ മേഖലാ സെക്രട്ടറി വിപിൻ കാറ്റാടി, ക്ലബ് പ്രസിഡന്റ് എം ഷിജു, സെക്രട്ടറി പി കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പിലിക്കോട് കരക്കേരുവിലെ പുളുക്കൂർ കാർത്യായനിക്കും സഹോദരിക്കും ഇനി സ്വന്തം വീടിന്റെ തണൽ. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആശ്രയ പദ്ധതിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 11ാം വാർഡിലെ CDS, ADS പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. താക്കോൽദാനം കെ കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. എല്ലാം കൊണ്ടും അങ്ങേയറ്റം അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെ പഞ്ചായത്തും അതുപോലെ തന്നെ CDSും അതുപോലെ തന്നെ സമൂഹവും നാട്ടുകാരെല്ലാം സഹായിച്ച് മാത്രമേ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കഴിയൂ. ആ മഹത്തായിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് 2.5 ലക്ഷം രൂപ കൊടുത്തു.
അതുപോലെ തന്നെ CDS, നമ്മുടെ നാട്ടുകാർ, അവിടെയെല്ലാം തന്നെ ഉദാരമായ സാമ്പത്തിക സഹായത്തോടും അതുപോലെ തന്നെ അവരുടെ അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു വീട് ഇവിടെ ഈ സഹോദരിമാർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ ശ്യാമള, MM ലക്ഷ്മി, K സുകുമാരൻ, K കൃഷ്ണൻ, UK ഗോപി, P ശൈലജ എന്നിവർ സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ഒരുക്കിയ ചെറുവത്തൂർ ഫെസ്റ്റ് ഫ്ലവർ ഷോ കാണാൻ സന്ദർശക തിരക്ക് വർദ്ധിച്ചു. നൂറുകണക്കിന് ചെടികളും പൂക്കളുമായി സുന്ദര സുരഭില ലോകമൊരുക്കുകയാണ് ഇവിടെ. വ്യത്യസ്ത വർണ്ണങ്ങളിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ ചെറുവത്തൂർ ഫെസ്റ്റ് നഗരിക്ക് നൽകുന്നത് പൂന്തോട്ട ചന്തമാണ്. പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്ക് കണ്ണിറിയെ കാണാനും ഇഷ്ടത്തിനൊത്ത് തിരഞ്ഞെടുക്കാനും നിരവധി ചെടികളാണ് ഇവിടെയുള്ളത്. 5 ദിവസം പിന്നിട്ട ചെറുവത്തൂർ ഫെസ്റ്റിലെ പ്രധാന ആകർഷണവും ഇതുതന്നെ. വയനാട്ടിൽ നിന്നാണ് പൂക്കളുടെയും ചെടികളുടെയും ശേഖരം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ചെടികൾക്കൊപ്പം ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. 365 ദിവസങ്ങളും പുഷ്പിച്ചു നിൽക്കുന്ന കണിക്കൊന്ന, 3 വർഷം കൊണ്ട് ഫലം തരുന്ന തെങ്ങ്, മധുരമുള്ള അമ്പഴം, മാമ്പഴത്തിലെ വൈവിധ്യങ്ങൾ, പൂക്കളിലെ രാജാവായ സൂര്യകാന്തി, ഡാലിയ, ബോഗൺവില്ല തുടങ്ങിയ വിവിധ വർണ്ണങ്ങളിലുള്ളവയാണ് പ്രദർശന നഗരിയിൽ ആകർഷണങ്ങളായുള്ളത്. ചെടികളുടെ വിൽപ്പനയും പരിപാലന രീതിയുടെ വിശദീകരണവും ഇവർ നൽകുന്നുണ്ട്. ഇന്റീരിയർ ഡെക്കറേഷനും മാറ്റുകൂട്ടുന്ന 150 ഇനത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളുടെ സ്റ്റാളും പ്രദർശനത്തിനുണ്ട്. 300 മുതൽ 20,000 രൂപ വരെയുള്ള അലങ്കാര മത്സ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സാന്ത്വന ചികിത്സാ ഫണ്ട് സമാഹരണാർത്ഥമാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 1 വരെ നീണ്ടുനിൽക്കും. തളങ്കര നുസ്രത്ത് റോഡിലെ സൈനുലാബിദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞതായി സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതെന്നാണ് അറിയുന്നത്. ആബിദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് സൂചന. ഇതിൽ ഏതാനും പേർ പോലീസിന്റെ വലയിലായതായും സൂചനയുണ്ട്. വലയിലായവരെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നതായാണ് അറിയുന്നത്. അതിനിടെ പ്രതികൾ സഞ്ചരിക്കാൻ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന 3 ഇരുചക്രവാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 22 രാത്രിയിലാണ് ആബിദ് പിതാവ് മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് MG റോഡിലെ കടയിൽ വെച്ച് കുത്തേറ്റ് മരിച്ചത്. 3 ബൈക്കുകളിലെത്തിയ സംഘമാണ് കൊല നടത്തിയത്. പിതാവിന്റെ മൊഴി അനുസരിച്ച് 5 പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ കൊലയാളി സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആസൂത്രിതമായാണ് ആബിദിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ. ആസൂത്രണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുള്ള സൂചനകളും പോലീസ് ലഭിച്ചതായാണ് സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി TP രഞ്ജിത്ത്, കാസർഗോഡ് CI PK സുധാകരൻ, SI രാജേഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് ചീഫിന്റെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണ രംഗത്തുണ്ട്. അതിനിടെ കൊലയാളി എന്നാരോപിച്ച് 2 യുവാക്കളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. വ്യാജ ഫോട്ടോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫ്ലൈവേൾഡ് ട്രാവൽ മാർട്ട് പ്രവർത്തനം തുടങ്ങി. എലൈറ്റ് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഫ്ലൈവേൾഡ് ട്രാവൽ മാർട്ടിന്റെ ഉദ്ഘാടനം ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആകർഷണീയമായ നിരക്കിൽ 14 ദിവസത്തേക്കുള്ള ഉംറ ബുക്കിംഗും ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. സിറ്റി മാളിൽ പ്രവർത്തിക്കുന്ന വിബ്ജിയോർ സ്ഥാപനത്തിന്റെ ലേറ്റസ്റ്റ് വിബ്ജിയോർ സമ്മാന വർഷം പദ്ധതിക്ക് തുടക്കമായി. വിജയികൾക്ക് സമ്മാനദാനം നൽകി. ലേറ്റസ്റ്റ് വിബ്ജിയോർ സമ്മാന വർഷത്തിലൂടെ KT പുഷ്പലത, കിഴക്കുംകര, ഫാത്തിമത്ത് ഷെറീൻ, ബേക്കൽ ജംഗ്ഷൻ എന്നിവരാണ് സമ്മാനത്തിന് അർഹരായത്. ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്തും നൌഫലും ചേർന്ന് സമ്മാന വിതരണം നടത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. രാവണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. രാവണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതിയമ്മ, അഞ്ചണങ്ങും ഭൂതം, രക്തജാതൻ തെയ്യങ്ങൾ കെട്ടിയാടി.
കളിയാട്ടത്തിൽ പങ്കെടുക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. പൂച്ചക്കാട് കിഴക്കേക്കര തെക്കുംപാട് തറവാട് കളിയാട്ടത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. 2 ദിനങ്ങളിലായി നടന്നുവന്ന പൂച്ചക്കാട് കിഴക്കേക്കര തെക്കുംപാടം വീട് തറവാട്ടിലെ കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം, കുണ്ടാർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ് ചാമുണ്ടി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. കളിയാട്ടത്തിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേർ എത്തിച്ചേർന്നു. കാഞ്ഞങ്ങാട് കാരാട്ട് തറവാട് കളിയാട്ട ഉത്സവം ഡിസംബർ 27, 28 തീയതികളിൽ നടക്കും. 27 രാത്രി ഗുരുദൈവം, അന്ത്യണയും ഭൂതം, ചെറിയ ഭഗവതി തെയ്യങ്ങളും, 28 പുലർച്ചെ പൊട്ടൻ ദൈവം, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ദണ്ഡ്യങ്ങാനത്ത് ഭഗവതി തെയ്യങ്ങളും കെട്ടിയാടും. അന്നദാനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ. വിവിധ സംഘടനകൾ ക്രിസ്മസ് ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലയ്ക്കകത്ത് മാവോയിസ്റ്റ് സംഘടനകളുടെ സ്വാധീനത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. അറസ്റ്റിലായ അരുൺപാലിന്റെയും ശ്രീകാന്ത് പ്രഭാകരന്റെയും മാവോവാദികളുമായുള്ള ബന്ധങ്ങളും അന്വേഷണ വിഷയമാകും. ശരണവഴിയിൽ ശാസ്താവിനെ ഉപാസിക്കുന്ന മണികണ്ഠ മഠത്തിലെ ഗോവിന്ദസ്വാമിയുടെ ജീവിതം വ്യത്യസ്തമാവുന്നു. ശബരിമല തീർത്ഥാടനത്തിൽ ഗോവിന്ദസ്വാമി പൂർത്തിയാക്കുന്നത് 54 വർഷം. ജനങ്ങളും പഞ്ചായത്തും കൈകോർത്തു. മാവുകാൽ ശ്രീരാമക്ഷേത്രം ആനന്ദാശ്രമം കോളനി റോഡ് യാഥാർത്ഥ്യമായി. സേവനപാതയിൽ മാതൃകയായ ബൈത്തു റഹ്മ പദ്ധതി. അജാനൂർ പഞ്ചായത്ത് 18ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്നത് 7 വീടുകൾ. വളയും ചാന്തുപൊട്ടും വിറ്റ ഉത്സവപ്പറമ്പിലെ ചന്തപ്പുരകൾ അനാഥമാവുന്നു. രാവണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് ഭക്തിനിർഭരമായ സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.